അങ്കമാലിയിൽ റബ്ബർ ഷീറ്റ് ഗോഡൌണിൽ നിന്ന് പുകയും രൂക്ഷഗന്ധവും ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർക്ക് ശ്വാസമുട്ടും തലവേദനയും അനുഭവപ്പെട്ടതായി പരാതി. അയ്യമ്പുഴ പഞ്ചായത്ത് ചുള്ളി ജംഗ്ഷനിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ജാതിക റബ്ബർ ഷീറ്റ് ഗോഡൌണിൽ നിന്നാണ് പുക ഉയർന്നത്. കൊതുകിനെ തുരത്താൻ കൊതുക് മരുന്നടിച്ചതാണ് കാരണമെന്നാണ് ഉടമയുടെ വിശദീകരണം. പോലീസ് മരുന്നിന്റെ സാമ്പിൾ ശേഖരിച്ച് അന്വേഷണം നടത്തി. അങ്കമാലി അയ്യമ്പുഴ പഞ്ചായത്തിലെ ചുള്ളി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ജാതിക റബ്ബർ ഷീറ്റ് ഗോഡൌണിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർക്ക് ശ്വാസമുട്ടും തലവേദനയും അനുഭവപ്പെട്ടതായി പരാതി. പ്രദേശത്ത് രൂക്ഷമായ ഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് വാർഡ് മെമ്പർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ കൊതുകിനെ തുരത്താൻ കൊതുകുമരുന്ന് ഉപയോഗിച്ചതാണ് പുക ഉയരാൻ കാരണമെന്നാണ് ഗോഡൌൺ ഉടമ പോലീസിന് നൽകിയ മൊഴി. പ്രദേശത്ത് വെടിമരുന്നിന്റെ രൂക്ഷഗന്ധമാണ് ഉണ്ടായതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇവിടെ ഒരു കെട്ടിടത്തിൽ ഇവിടെ റബ്ബർ ഷീറ്റ് ഒക്കെ എടുക്കുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിന്റെ അകത്തുനിന്ന് രാത്രി ഒരു 7 മണിയോടുകൂടി വലിയ പുകയാണെന്നും പറഞ്ഞ് ഇവിടെ വാർഡ് മെമ്പറെ പലരും വിളിച്ചു. ചുറ്റുള്ളവർക്ക് ശ്വാസം മുട്ടും എന്നും പറഞ്ഞ് പല വ്യക്തികളും വിളിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് പുകയുടെ അന്തരീക്ഷവും കുറച്ച് സ്മെല്ലും ഒക്കെ ഉണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്, മെഡിക്കൽ ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ അവർ സ്ഥലം സന്ദർശിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നാട്ടുകാരുടെ അഭിപ്രായം പല ദിവസങ്ങളിലും ഇങ്ങനെ രാത്രിയിൽ ഇവിടെ പല സാധനങ്ങളും വേസ്റ്റുകളും ഒക്കെ ഈ കോമ്പൗണ്ടിന് അകത്തിട്ട് കത്തിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പൊ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്ന കുട്ടികൾക്ക് ശ്വാസം മുട്ടൊക്കെ അനുഭവപ്പെട്ടു. അപ്പൊ ഇത് മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. റബ്ബർ ഷീറ്റും ജാതിക്കയും കേടുവരാതെ സൂക്ഷിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചതാണോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ഉടമ നൽകിയ മൊഴിയിലെ ദുരൂഹത നീക്കാൻ ഗോഡൌണിൽ ഉപയോഗിച്ച കൊതുകുമരുന്നിന്റെ സാമ്പിൾ പോലീസ് ശേഖരിച്ചു. ഇത് വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളും സംയുക്തമായി ഗോഡൌണിൽ പരിശോധന നടത്തും. വെടിമരുന്ന ഒരു മണമായിരുന്നു. അതെന്താ സംഭവം എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ പിള്ളേര് പിന്നെ ഈ ഫുട്ബോളിന്റെ പടക്കം പൊട്ടിച്ചായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചിരുന്നേ. പക്ഷെ ഇപ്പൊ സംഭവം അറിയണ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു വെടിമരുന്നിന്റെ. പ്ലാസ്റ്റിക് കത്തിച്ച് ഇവിടെ ഭയങ്കര മണമാണ്. ഇവിടെ അയൽക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിന് നടപടി ഉണ്ടാക്കണം ഇവിടെ. ന്യൂസ് ബ്യൂറോ, അങ്കമാലി. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ തലമുറയെ കരുത്തരാക്കുന്ന വിദ്യാഭ്യാസം, അതാണ് മൗണ്ട് കാർമൽ കോളേജ് കറുകടം നൽകുന്നത്. നോ ഡൊണേഷൻ, യൂണിവേഴ്സിറ്റി ഫീ മാത്രം. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ശരിയായ ദിശ നൽകാൻ മൗണ്ട് കാർമൽ കോളേജ് കറുകടം.